ലോകത്ത് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ അത്യാവശ്യം അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുവിധം എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. കാരണം ഈ ഉത്തരവാദിത്വം ചെയ്തല്ലേ പറ്റും, മിനിമം ബോധമുള്ളവൻ്റെ കാര്യമാണ് പറയുന്നത്. അതേസമയം നിങ്ങൾ എത്ര പ്രായമുണ്ട്, എത്ര വിദ്യാഭ്യാസം ഉണ്ട്, നിങ്ങൾ ഭയങ്കര ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് തോന്നുക അവിടെ ഒരു ഫിഗർ കുട്ടിയുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റോളുണ്ടല്ലോ, അല്ലെങ്കിൽ ഓനെന്താ നോക്കുന്നത്, നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഓളെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വരുന്നത്, മറ്റോൻ്റെ വീട്ടിലേക്ക് ആരാ വരുന്നത്, ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നതാണ്. നിങ്ങൾക്കൊരു പണി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതേപോലെ ഈ വെറുതെ ഇരിക്കുന്നവൻ എന്തായിരിക്കും ചെയ്യുക? അപ്പോഴായിരിക്കും ഇപ്പോൾ കുട്ടി ഇരിക്കുമ്പോൾ മറ്റവൻ നോക്കുക, ഇവർക്ക് ഇപ്പോൾ ഇവിടെ കൂടെയുള്ള ഒരു വില്ലനായി വരുന്നവനും ഇനി ഇവൾക്കും രണ്ടാക്കും 10 മണിക്ക് കഴിഞ്ഞ് ഇനി 4 മണിക്ക് ഷോട്ടെങ്കിൽ അപ്പോൾ വിചാരിക്കുക ആ കുട്ടീനൊന്ന് പരിചയപ്പെടാം, വേറെ പണിയൊന്നും ഇല്ലല്ലോ, കുട്ടിക്കും തന്നെ എന്തൊക്കെയുണ്ട് ഏട്ടാ എന്തൊക്കെയില്ല. അപ്പോഴേക്കും പറയാം ഏട്ടാ എനിക്കൊരു ബിരിയാണി വേണമെന്നുണ്ട്, ഈ സന്തോഷം വേണ്ടിയിട്ട് വെറും ചോറും സ്പെഷ്യലാണ് തരുന്നത്, നിങ്ങളൊരു ബിരിയാണി വാങ്ങി തരുമോ? അപ്പോഴേക്കും ഇത് വരുന്ന മോളെ നിങ്ങളെ നമ്പർ ഇതാ, മോനെ നമ്പർ ഇതാ, ഇത് പറഞ്ഞിട്ടേക്കും പിന്നീട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ മോശപ്പെട്ട മെസ്സേജ് അയച്ചു, സന്തോഷേട്ടൻ്റെ വില്ലനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു. ഇതിനെക്കാട്ടി നല്ലത് മോളത് കഴിഞ്ഞാൽ മോള് വയ്ക്കൂല, മോൻ്റെ കഴിഞ്ഞാൽ മോൻ വയ്ക്കൂല എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്ന് കഥ പറയണമെന്ന് വിചാരിച്ചാൽ ആർക്കും സമയമില്ല. കാരണം എടാ നീ അത് ചെയ്ത് എല്ലാവരും എൻഗേജ്ഡാണ്, അഭിനയിച്ച് കഴിഞ്ഞവർ കറക്റ്റ് പോകുന്നു. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ഷാർപ്പിൽ വന്നാൽ മതി. പിന്നോട് ചില ആൾക്കാരാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്ന പണി കേട്ടോ, 4 മണി വൈകുന്നേരം 4 മണിക്ക് വരണ്ട, 3:45 വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സിനിമയല്ലേ ചെയ്തു വെച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഇതൊക്കെ ഉണ്ടല്ലോ, വെറുതെ ഇപ്പോൾ ഒരാളെന്തിനാണ്, ഇപ്പോൾ ഒരു മസാല ഷോപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് വിചാരിക്കുക. നിങ്ങളോട് ഞാൻ രാവിലെ 7 മണിക്ക് വരാൻ പറഞ്ഞാൽ അയാൾ വരും, അയാളെ മേക്കപ്പ് ഇട്ട് ഇയാൾ സാർ എൻ്റെ തായോ എന്ന് ചോദിക്കും. അതിനെക്കാട്ടി നല്ല ഇവിടെ ഷാർപ്പ് ആ സീനെ തൊട്ടുമ്പോൾ അയാളെ മസാല ഷോപ്പ് അടുത്താണ്, ഏട്ടാ വന്നോളിട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അപ്പോൾ ജസ്റ്റ് ഒന്ന് താത്തി ഇവിടെ വന്നു അഭിനയിച്ച് തിരിച്ചു പോയി, അതല്ലേ നല്ലത്. അതേപോലെ കഴിയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഉച്ചവരൊക്കെ ഇനി പോയി ഇങ്ങ് വന്നോടി, സന്തോഷേട്ടാ ലീവ് എടുക്കാൻ ഞാൻ ഇവിടെ പറ്റൂല, കഴിഞ്ഞിട്ട് പോയേ പറ്റൂ. അപ്പോൾ പല കുട്ടികളും എന്നോട് ചോദിക്കുന്നത് ഞങ്ങൾ പഠിക്കണം സന്തോഷേട്ടൻ എന്തിനാ ഇങ്ങനെ വാശി? ഞാൻ എനിക്ക് വാശിയുണ്ട്, സിനിമ ഇന്ന് വരും നാളെ പോവും, നിനക്ക് ആ വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല ഇനിയിപ്പോൾ നാളെ കല്യാണം കഴിച്ചു പോയാവോ ഞാൻ സേഫായോ, അങ്ങനത്തെ സേഫൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകില്ല. അപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഒരാൾ ചോദിക്കാം മോളെ എത്ര പടത്തിൽ അഭിനയിച്ചു എന്നല്ല, പടത്തിൽ അഭിനയിച്ചൊക്കെ നല്ല തന്നെ, എനിക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഇരുന്ന് പഠിച്ചോ, അല്ലാണ്ട് ഞാൻ വലിയ നടിയാവോ, ഞാൻ ഭാവിയിൽ 2 കോടി, ഞാൻ പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ്, അതൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ എൻ്റെ ഒരു ശൈലിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല അത് നല്ലൊരു ഒരാളും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളാണ് താങ്കൾ സെറ്റിൽ നിന്ന് കിട്ടുന്നത്. മറ്റേത് അവിടെ ഇരിക്കുക, രാവിലെ മേക്കപ്പ് ചെയ്തിരിക്കുക, സീൻ എടുക്കുന്ന 6 മണിക്കായിരിക്കും, രാവിലെ തന്നെ 9 മണിക്ക് വരെ ഇന്ന് ഷോട്ട് ഇല്ല കേട്ടോ, അത് വീട്ടിൽ ആ മേക്കപ്പ് ഇട്ട് അഴിച്ചിട്ട് പോകേണ്ട ഗതികേട് വരും. അല്ല ഇതൊക്കെ ഒരു രീതിയാണ് താങ്കൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ എത്രയോ പൈസയുടെ നഷ്ടം താങ്കളും ചെയ്യുന്ന സിനിമയാണ് അവരും ചെയ്യുന്ന സിനിമയാണ്, അതാണ് വ്യത്യാസം. പക്ഷെ നിർമ്മാതാവിന് ഈ നഷ്ടമൊക്കെ വരുന്നത് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ വൈകുന്നേരം ഒരു കുട്ടിയെ വിട്ടു മോളെ സന്തോഷമായിട്ട് ലോഡ്ജിൽ നിൽക്കണം, എന്തിനാണ് എനിക്ക് രാവിലെ ഇത്രയും ബസ്സില്ല, രാവിലെ 6:15 കൊണ്ട് കയറിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ട് നിൻ്റെ അല്ല 9 മണിക്ക് വന്നാൽ മതി എന്ന് പറയുന്നിടത്ത് സന്തോഷമായിട്ട് എന്തൊക്കെ ലാഭമുണ്ട്? ലോഡ്ജിൽ ലാഭിക്കാം, രാത്രിത്തെ ഫുഡ് വേണമെങ്കിൽ ആ കുട്ടി വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വരും, അല്ല 9 മണിക്ക് 10 മണിക്കുള്ളതിന് നമുക്ക് വിജയമുള്ളൂ. അതേപോലെ മറ്റേ ആൾക്കാർ അയാളെ ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛനായി വരുന്ന ഒരാളാണെങ്കിൽ അയാളെ വീട്ടിൽ പോയിട്ട് മസാല സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മോനെയും മോളെയൊക്കെ ഒന്ന് സ്കൂളിലാക്കി സന്തോഷം രാവിലെ ആ 7 മണിൻ്റെ ഷോട്ടും തന്നെ ഒഴിവാക്കി തരുമോ? ചിലർ പറയും സാർ ആ 7 മണി കിട്ടിയാൽ സാർ കാര്യം ഉച്ചയ്ക്ക് തന്നെ വിടുമോ? അപ്പോൾ എല്ലാവരുടെ എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ സിനിമയിലേക്ക് വരുന്നത്, ഞാൻ പറയും ചേട്ടാ 10 മുതൽ 5 മണി വരെ പോയിരിക്കണം, അപ്പോൾ ഞാൻ അഭിനയിക്കണ്ടേ? നിങ്ങൾ രാവിലെ വരിക, എന്നിട്ട് ഇയാൾ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇയാളെ നിർത്തി വിടും, എന്നിട്ട് ഇയാൾ 5 മണിക്ക് അത് കഴിഞ്ഞ് പിന്നെയും വരാം. അപ്പോൾ ഇയാൾ വയ്ക്കുന്നത് മനുഷ്യ എനിക്ക് 20 ക്യാഷ് ലീവ് ഉണ്ട്, ഇനി ഞാൻ ഇവിടെ എടുക്കുന്നൊരു സന്തോഷ് സാറിന് എന്താ പ്രശ്നമോ? ഞാൻ പറയും എനിക്ക് പ്രശ്നമുണ്ട്, നിങ്ങളെ നോക്കിയിട്ട് അവിടെ ഒരുത്തം വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എനിക്കാണ് അതിൻ്റെ ഇത് വരുന്നത്. സന്തോഷിന്റെ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോ അങ്ങനെയല്ല അങ്ങനെയല്ല വരിക. അപ്പം ഞാൻ പറയുന്നത് എല്ലാവരുടെയും അനുഗ്രഹത്തിലൂടെ വേണം ഒരു സിനിമ മുന്നോട്ട് പോകാൻ. എല്ലാവരും അല്ലാണ്ട് ഒരു ബംഗാളികൾ പണിയെടുക്കുന്നോളൂ. ഞാൻ അപ്പം എന്താണ് 8 മണിക്ക് വന്ന് 5 മണി വരെ ഇപ്പം എന്തൊക്കെയാണ് വേണ്ടത്? കരിങ്കരി പണി, ആ പണി ഓക്കെ കഴിഞ്ഞേ. ഈ മാനസികാവസ്ഥയിലാണോ ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാളും ചിലപ്പോൾ 7 മുതൽ 9 മണി വരെ ഇരിക്കും. അയാൾ ചെയ്യുന്നതിന് 2000 5000 ആൾ വാങ്ങുന്നു കേട്ടോ, ഈക്വൽ ടു ബംഗാളി തന്നെ. പക്ഷേ അതിനേക്കാൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ നിങ്ങൾ ചെയ്ത സാധനം ആ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത് 2 ആളുകൾ 2 പേരും ചെയ്ത ഒരേ പണിയല്ലേ? 2 ആൾ ചെയ്തിരിക്കുന്നത് എന്താണ്? 7 മുതൽ 9 മണി വരെ ഈ എക്സ് എന്ന് പറഞ്ഞ പണി ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പൈസ വരുന്നത്. ഇത് തന്നെയാണ് ബംഗാളിയും ചെയ്തത്. 7 മുതൽ 9 മണി വരെ അയാൾ കരിങ്കലൊക്കെ പൊട്ടിച്ച് നല്ല ഷാർപ്പായിട്ടൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ശരി ബൈ. ഇയാളും ചെയ്ത് ഇവിടെ 7 മുതൽ 9 മണി വരെ അഭിനയിച്ചു, അയാളും പോയി. ഇത് 2 ആളും ചെയ്ത് ഒരേ കാര്യമില്ലേ? പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത ആ സീൻ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംതൃപ്തി,
അല്ലെങ്കിൽ നിങ്ങൾ 5 സീന് ചെയ്തു, പക്ഷേ 4 ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാറേ അത് ഒരു സീന് കട്ടായല്ലോ, അല്ലെങ്കിൽ മൊത്തം കട്ടായതിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇനി തിരിച്ചു പറയാം, മൊത്തം ഞങ്ങൾ സീന് കട്ട് ചെയ്തു, നിങ്ങൾക്ക് നിങ്ങളെ പൈസ ഒന്നുമില്ലെന്ന് വെച്ചാലോ. അയാൾക്ക് പൈസേൻ്റെ കുറവുകൊണ്ടായിരിക്കില്ല അയാൾ അവിടെ വന്നിട്ടുണ്ടാവുക, അയാൾ അഭിനയിച്ച സാധനം ഒന്ന് ആ തിയേറ്ററിൽ കാണാൻ പറ്റും. ഇവിടെയാണ് സന്തോഷം പറ്റി പറയുന്നത്. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിലൂടെ വേണം പോകാൻ. ഇപ്പം ഞാൻ ഈ ശൈലി ചെയ്യുന്നതുകൊണ്ട് എന്താണ്, എല്ലാവർക്കും എനിക്കൊരു വീട് തന്നു. അപ്പോൾ അത് വീട് എല്ലാവരും ഫ്രീ ആയിട്ട് കേട്ടോ തരാം, ഞാൻ പൈസ കൊടുക്കില്ല, ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആയിട്ട്. ഞാൻ ആദ്യം പറയും ചേട്ടാ ഇതാണ് സ്ഥിതി പറയും. എന്നിട്ട് ഞാനെന്ത് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ഞാൻ ആ വീടിൻ്റെ എടുത്ത് വെച്ചു. അപ്പം എൻ്റെ നായിക വെച്ചത് എന്തിനാ ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞ ഒരു ചെറിയ പണിയുണ്ട്. അപ്പം നമ്മൾ ഈ വൈകുന്നേരം 9 മണിയായി കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകാൻ നിൽക്കുക രാത്രി. അപ്പം ഞാനെന്ത് വെച്ചാൽ ഒരു തുണി എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്നൊരു തുണിയെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേ ലേശത് വന്നു. അപ്പം ഞാനിങ്ങനെ, അപ്പോൾ ആ സ്ത്രീ ഓടി വന്നു, ഒരു സൂപ്പർ സ്റ്റാർ ആണോ എൻ്റെ വീട് തുടയ്ക്കുന്നത് ചോദിച്ചു. അതേ പറഞ്ഞു മേഡം അങ്ങനല്ല, നിങ്ങൾ എനിക്ക് തന്ന പോലെ ഞാൻ തിരിച്ചു തരണ്ടേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ 9 മണിക്ക് എൻ്റെ ഫസ്റ്റത്തെ പണി എന്താ അറിയോ, രാവിലെ 7 മണിക്ക് ഞാൻ വരുമ്പോൾ ഞാൻ എടുത്ത ആ ഫോട്ടോസ് ഉണ്ട്, ആ ഫോട്ടോസ് എടുത്ത് എമ്പറേടാ ആ ടീപ്പോയി അവിടെ ഇല്ല കേട്ടോ, അതിവിടെയാണേ എന്ന് പറഞ്ഞിട്ട് ഈ മിനിമം ആളുകളിൽ ഈ നായികരും ബാക്കിയുള്ളവരൊക്കെ സന്തോഷമായിട്ട് ആ സോഫ സന്തോഷമായിട്ട് അതിന് നോക്കട്ടെ ഇത് എന്ന് പറഞ്ഞിട്ട് സോഫ ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ അതേപോലെ ഫസ്റ്റ് എല്ലാ പണി വേറെ അധികം ആളില്ല. ഫസ്റ്റ് ഈ 7 മണിക്ക് ഈ വീട് എങ്ങനെയാണോ തന്നത് 9 മണിക്ക് അതിനേക്കാൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ ശരിക്കും തുടച്ച് ആ വേസ്റ്റൊക്കെ എടുത്ത് കറക്റ്റ് എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ട്, അല്ല സാറേ വേസ്റ്റാണ് വെച്ചോ, ഞാൻ വേണ്ട എന്നിട്ട് നിൻ്റെ വണ്ടിയിൽ ആ വേസ്റ്റ് വരെ ഞാൻ അതിനിടെ വേറെ ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ട് അവർക്കൊരു തോന്നലുണ്ടോ, ഓനൊരു ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ടുണ്ട്, ഉള്ള വേസ്റ്റും ഇവിടെ ഇട്ട് പോയിക്കുന്നത്, ആ വീട് കണ്ടോ നശിപ്പിച്ച്. ഇതിപ്പോൾ അതുകൊണ്ട് എന്താണ്, ഏത് വീട് എന്താണ് എനിക്ക് പറഞ്ഞു ചേട്ടാ ഇവിടെ പുതിയ സിനിമയ്ക്ക് നമുക്ക് ചെറിയ ദിവസം കിട്ടും, അതിനെന്താ സന്തോഷം സാറേ ഇങ്ങനെ പറയും. എന്നോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അല്ല നിങ്ങളിപ്പോഴും 5 ലക്ഷത്തിനാണ് പടം എടുത്ത് വെച്ച ഒരാൾ. ഞാൻ കറക്റ്റ് കൂട്ടാറില്ല, ഏതാണ്ട് അത്രയ്ക്കേ വരുള്ളൂ. അതൊരു തള്ളല്ലേ ബൈ. 2011-ലും 2023-നും ഇടയിൽ ഇതെന്താ പൈസയ്ക്ക് വ്യത്യാസം വന്നില്ലേ ചോദിച്ചു. ഞാൻ ചിരിച്ചു. 2011-ൽ ആരായിരുന്നു നായകൻ ചോദിച്ചു ഇയാളുടെ, സന്തോഷ് പണ്ഡിറ്റ്. പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ടല്ലോ. 21-ൽ ആരാ പണ്ഡിറ്റ്, ഓക്കെ ഇത്രയും കിട്ടിയല്ലോ. 2011-ൽ ആരാ എഡിറ്റ് ചെയ്ത്, സന്തോഷ് പണ്ഡിറ്റ്. 21-ൽ ആരാ പണ്ഡിറ്റ്. 2011-ൽ ആരാ ക്യാമറയിലാണ് ചെയ്ത്, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ക്യാമറ. ഇപ്പോഴാരല്ല, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ക്യാമറ. മനസ്സിലായി. ഇനി ബാക്കി കിട്ടാനുള്ള ലൊക്കേഷനിലെ ഇതിലെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി ഇപ്പോൾ അതാണെങ്കിലും കാറായാലും ഇപ്പം വണ്ടിയില്ല, അതുകൊണ്ട് വാടകയ്ക്ക് വിളിക്കുന്നു. വണ്ടിയുടെ സമയത്ത് നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്.